ഓണക്കാലത്തേക്ക് എക്സൈസ് വകുപ്പ് വിവിധ തരത്തിലുള്ള പരിശോധനകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 10 വരെ സ്പെഷ്യൽ ഡ്രൈവായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തി വരികയാണ്. രാത്രിയും പകലും 24 അവേഴ്സാണ് നമ്മുടെ വർക്കിംഗ്. അതിലേക്ക് ജില്ലാതലത്തിലൊരു കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ വിളിച്ചു പറയാൻ ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് തലത്തിൽ 2 സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ചെക്ക് പോസ്റ്റിനെ നല്ല രീതിയിൽ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതുകൂടാതെ അഡീഷണലായിട്ട് ബോർഡർ പട്രോൾ യൂണിറ്റുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതും 3 ടീം 8 മണിക്കൂർ വീതം 24 മണിക്കൂറും പരിശോധന നടത്തി വരുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഓണസമയത്ത് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. പല മദ്യദുരന്തങ്ങളും കൊല്ലം ജില്ലയിൽ ഓണസമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ കൂട്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പ് ചെയ്തിട്ടുള്ളത്. പോലീസും റവന്യൂ വകുപ്പ്, ഫോറസ്റ്റ്, ഡ്രഗ്സ്, റെയിൽവേ പോലീസ് ഇവയൊക്കെ ആയിട്ട് സംയുക്ത റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും നടത്തുവാനുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ പാർട്ടിയുമായിട്ട് കടലിലും തീരദേശത്തും പട്രോളിംഗ് നടത്തിയിട്ടുണ്ട്. അന്യ സംസ്ഥാനത്തുനിന്ന് ലഹരി ബസ്സുകൾ കടന്നു വരാതിരിക്കാൻ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകൾ പല സമയങ്ങളിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംവിധാനങ്ങളുമായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കതിൽ നിന്നും മാഹിയിൽ നിന്ന് വന്ന മദ്യവും കിട്ടി. പിന്നെ 1 കിലോയിൽ മേളിൽ സ്വർണവും പിടിച്ച് GST വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തു, കൈമാറുകയും ചെയ്തു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ മദ്യം മാത്രമേ വ്യാജമദ്യവും ചാരായം മറ്റുവേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സാണ് കൂടുതൽ കടന്നു വരുന്നത്. MDMA പോലുള്ള മാരക സിന്തറ്റിക് മയക്കുമരുന്നുകൾ വരുന്നുണ്ട്. അതും നല്ല രീതിയിൽ പിടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ 111 ഗ്രാം MDMA പിടിച്ചെടുത്തു. ജൂലൈ മാസത്തിൽ 221 ഗ്രാം MDMA പിടിച്ചെടുത്തു. ജൂണിൽ 111 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇനിയുള്ള നാളുകളിൽ സ്ട്രിക്റ്റായിട്ട് വിവിധ ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനുള്ള പരിശോധനകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് നടത്തി വരുന്നു. പോലീസിൻ്റെയും സഹായം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സൈബർ പോലീസിൻ്റെ നല്ല സഹകരണമാണ് എക്സൈസ് വകുപ്പിനും നൽകി വരുന്നത്. അതിലൂടെയൊക്കെയാണ് നമ്മൾ കേസ് കണ്ടെത്തുന്നത്. ഈ ഓണക്കാലം അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ സമയത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി എത്തുന്നത് അത് തടയാൻ നമുക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് കൂടുതൽ ആ സമയങ്ങളിൽ ഇതിന്റെ ഉപഭോഗം കൂടുന്നില്ല? ഇതൊരു ആഘോഷത്തിന്റെ സമയമാണ്. അത് ഒരുപക്ഷെ യുവാക്കൾ അവർക്ക് വേണ്ട ഒരു തോന്നൽ ഇതുണ്ടെങ്കിലേ ആഘോഷങ്ങൾ പൂർണ്ണമാകൂ എന്നുള്ള ഒരു തോന്നലായിരിക്കണം ഈ ലഹരി വസ്തുക്കൾ ഇത്രയധികം ഓണസമയത്ത് എത്തിച്ചേരുന്നത്. കേരളീയരെ ഒന്നടങ്കം ആഘോഷത്തിന്റെ ഒരു മൂഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓണസമയമാകുമ്പോൾ. അതിൽ ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരുവിധമൊക്കെ ബോധവൽക്കരണത്തിലൂടെ അതിന് സാധ്യമാവുന്നുണ്ട്. എങ്കിലും കുറേ പേരൊക്കെ ലഹരി പാർട്ടികൾ തന്നെ നടത്താൻ ശ്രമിക്കുന്നു. നമ്മൾ അറിയുന്നിടത്തോളം അതിനെ തടയുവാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു നല്ല വിപണന കേന്ദ്രമായിട്ട് ജില്ലയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് കൂടുതലായിട്ട് വിപണനം ചെയ്യപ്പെടുന്ന ഒരു വിപണി നമുക്ക് കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ ഈ ജില്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ ആ ഒരു റെയ്ഡുകൾ സൂചിപ്പിക്കുന്നതല്ലേ? കൊല്ലം ജില്ലയിൽ നന്നായി പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഏകദേശം ഒരു ആവറേജ് തന്നെ. മലപ്പുറത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എറണാകുളം ജില്ല, കൊച്ചി മേഖല, രണ്ടാമത് മലപ്പുറം ജില്ലയിലാണ് പിടിച്ചെടുക്കുന്നതിൻ്റെ അളവ് കൂടുതൽ. കൊല്ലവും അതിനടുത്ത് തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഉപയോഗം കൊല്ലത്ത് കൂടുതലാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അവരിലേക്ക് എത്തിപ്പെടുന്നില്ല. അതിനു മുമ്പ് തന്നെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട കേസുകൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും. ഇത് കൂടുതലും ട്രെയിൻ മാർഗവും അല്ലാതെ സ്വകാര്യ വാഹനങ്ങളിലുമൊക്കെയാണ് വരുന്നത്. ഒരുവിധം റെയിൽവേ പോലീസുമായിട്ട് ചേർന്ന് ട്രെയിൻ നല്ല രീതിയിൽ പരിശോധിക്കുന്നുണ്ട്.
ഇപ്പൊ ഇവരുടെ വിപണന രീതികൾ തന്നെ അല്ലെങ്കിൽ കച്ചവട രീതികൾ തന്നെ പല വിധത്തിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം നേരത്തെ ഇങ്ങനെ സാധാരണ സൂചിപ്പിച്ച പോലെ ഇവര് പല വിജനമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ വിജനമായ അവർ അത് കുഴിച്ചിടുക, അതിനുശേഷം മെസ്സേജ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മേടിക്കാൻ വരുന്നവരെ അത്തരത്തിലുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. സാർ അതൊന്ന് തീർച്ചയായിട്ടും പൈസ ഓൺലൈനായിട്ട് വാങ്ങിക്കുക, അതിനുശേഷം ഇവര് മറ്റാരെങ്കിലും ഏജന്റിനെ വെച്ച് ഏതെങ്കിലും സ്ഥലത്ത് ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ആ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ഇന്ന സ്ഥലത്ത് സാധനം ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി എടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു കൈമാറ്റ രീതി. അതേപോലെ തന്നെ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് നമുക്ക് എത്തിക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ. അപ്പൊ നമുക്കിതിനെ അവിടെയുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള സംവിധാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇതിനെ കുറച്ച് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പിടിക്കുന്ന കേസിൽ പലപ്പോഴും അതിൻ്റെ സോഴ്സിൽ എത്താറുണ്ട്. പക്ഷേ എന്നാൽ കഞ്ചാവ് പോലുള്ള വസ്തുക്കളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത്ര അങ്ങോട്ട് ജാഗരൂകരല്ല. അവർക്ക് അവരുടെ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ അത്രയും സ്ട്രിക്റ്റായിട്ട് അവർ നടപ്പാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഒഡീഷയിലോ മറ്റോ പോയി പ്രതികളെ പിടിച്ചിട്ടുണ്ട്, എങ്കിലും അവരുടെ സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് സമയം പ്രത്യേകം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകാല വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തരത്തിൽ നിരവധി കേസുകൾ സാർ പറയുന്ന പോലെ തന്നെ അത് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുന്നേ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ടീം വർക്ക് അത് ടീം വർക്ക് എക്സൈസിന്റെ സംവിധാനവും പഴയ കാലത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റം വന്നു. സിവിൽ എക്സൈസായി കയറുന്ന അടിസ്ഥാന ക്വാളിഫിക്കേഷൻ +2 ആയി. ആ ഒരു +2 ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇന്ന് ബിടെക്കും ഹയർ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ഉദ്യോഗസ്ഥരാണ് അധികവും. അപ്പം അവരുടെ ഈ പറയുന്ന കടത്തുകാരെന്തുമാത്രം തന്ത്രം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറുതന്ത്രം ഉപയോഗിച്ച് അവരെ പിടിക്കാനുള്ള ഒരു കഴിവ് എക്സൈസിൽ വന്ന് ട്രെയിനിങ്ങിലൂടെയും അവരുടെ സ്വന്തമായ കഴിവിലൂടെയും വികസിപ്പിച്ചെടുത്ത് അതിനെ പിടിച്ചെടുക്കാൻ പലവിധ ശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം മുൻപ് നമുക്ക് ഇത്തരം സോഴ്സുകളിലൂടെ കിട്ടുന്ന ഈ വിവരങ്ങൾ വളരെ രഹസ്യമായി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ സാർ. അപ്പൊ അത് പലപ്പോഴും ഈ പറയുന്ന റിസ്കി ഫാക്ടർ കൂടിയല്ലേ സാർ? തീർച്ചയായിട്ടും വളരെയധികം റിസ്കിലാണ് പല കേസുകളും എടുക്കുന്നത്. അവരെ എന്ത് തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെടുക അല്ലെ അപായപ്പെടുത്തുക, അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് പലപ്പോഴും കേസെടുക്കുന്നത്. പല പ്രതികളും ഇതിന് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ പിടിക്കപ്പെടും എന്ന ഘട്ടത്തിൽ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. ചിലർ സ്വയം തല അടിച്ച് ഭിത്തിയിലൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന നേച്ചറിലുള്ള വിൽപ്പനക്കാരുണ്ട്. മറ്റു ചിലർ ആയുധവും കരുതി നടക്കുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസ് പിടിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നത്. അപ്പം അത് ഒരു ലീഡിങ് ഓഫീസർ ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ പോകുന്ന ഒരു പ്രതിയെക്കുറിച്ച് നമ്മളൊരു മുൻകൂറുള്ള ഒരു ചിത്രം ആ ടീമിന് മൊത്തം കൊടുത്തിരിക്കും. അവനിങ്ങനെ തന്നെ ഉള്ള സ്വഭാവക്കാരനാണ്, അവനെ ആ രീതിയിലേക്ക് പിടിക്കാവുള്ളൂ എന്നുള്ള ക്ലാസ് ബ്രീഫ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഓപ്പറേഷനും ഇറങ്ങുന്നത്. ഈ അടുത്തിടെ നമ്മളൊരു കേസിൽ തെളിഞ്ഞ പോലെ ഈ ഒറീസ വരെ എത്തി ഈ MDMA സോഴ്സ് അത് കടത്തിക്കൊണ്ട് വന്ന അതല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടത്. പിന്നീട് ആ സോഴ്സ് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ആ ലിങ്ക് എന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ലോകത്തിൽ തന്നെ ഈ ഒരു നെറ്റ്വർക്ക്, ഇങ്ങനെ ലഹരി വസ്തുക്കളുടെ നെറ്റ്വർക്ക് വളരെ വിപുലമാവുന്നു. അതിനൊരു പ്രധാന വിപണന കേന്ദ്രമായി നമ്മുടെ കേരളം മാറുന്നു. അതൊരു ദുരന്ത സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ ഇതിലേക്ക് ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ യുവത്വത്തിൻ്റെ ഒരു നാശത്തേക്കാണ് നയിക്കുന്നത്. അതിനെ ഏത് രീതിയിലും പ്രതിരോധിച്ചേ പറ്റൂ. നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ട് നല്ല ആരോഗ്യമുള്ള ഒരു യുവജനങ്ങളാണ്. അവർ ഇത്തരത്തിൽ ഡ്രഗ്സിന് പിന്നെ പോകുന്നത് ഒരിക്കലും നല്ല ഒരു കാര്യമല്ല. ബോധവൽക്കരണത്തിലൂടെയും അവർ സ്വയം തോന്നിയും അതിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ട്.
ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരക്കാരുമായിട്ട് അടുപ്പമുണ്ടാകുന്നതും ലഹരിയിലേക്ക് എത്തിച്ചേരുന്നതും. അതിനെ ഏതെങ്കിലും രീതിയിൽ ബോധവൽക്കരണത്തിലൂടെയോ യുവാക്കളുടെ ഒരു സ്വയം മനസ്സ് മാറിയോ ഇതിൽ നിന്നും പിന്മാറേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല കേസുകളും നമുക്ക് ഇതിന്റെ ഒരു പ്രധാന കണ്ണിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടോ സാർ? അത് ഒരു ചിലപ്പോൾ വലിയൊരു ലിങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കണ്ണികളിലൂടെ പ്രധാന ഒരു വിപണനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു കച്ചവട സോഴ്സിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും ഇതിന്റെ സോഴ്സ് നോക്കുമ്പോൾ ഒരുപക്ഷെ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് എങ്കിലും അതിന്റെ പിന്നിലൊരു മലയാളിയാണെങ്കിൽ നമ്മൾ അതിന്റെ 100% അവനെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ചില കേസുകളിലൊക്കെ അതിന്റെ സോഴ്സ് നമുക്ക് വെളിപ്പെടാനാകാത്ത രീതിയിലാണ് പിടിക്കപ്പെടുന്നവരിൽ നിന്നും ഉള്ള ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അവരെ ചോദ്യം ചെയ്യുന്നതിലും അവരുടെ മൊബൈലിന്റെ ഡേറ്റാസ് മറ്റ് പരിശോധിക്കുന്നതിലും ഒക്കെ സോഴ്സിലോട്ട് എത്താൻ പറ്റുന്ന ഇതിന്റെ ഇടയിൽ ഒരു 2-3 പേരുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകും. അതുകൊണ്ടാണ് എപ്പോഴും സോഴ്സിൽ എത്താൻ പറ്റാത്തത്. പക്ഷേ മിക്കതിലും ചിലതിലൊക്കെ സോഴ്സുകൾ ഇവിടുന്ന് പോയി ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരെയൊക്കെ നമ്മൾ ഈ കേസിൽ അതിന്റെ സോഴ്സിന്റെ മാക്സിമം എത്തി അതിൽ ചേർക്കാറുണ്ട്. ഈ അടുത്ത സമയത്തൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഈ നമ്മുടെ വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഗുളികകൾ പോലും, നല്ല കാര്യത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ പോലും ഇത് ലഹരി പദാർത്ഥങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അത്തരത്തെ കാര്യത്തെക്കുറിച്ച് അത്രക്കാര് സാധാരണ ചെയ്യുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടി വ്യാജമായി നിർമ്മിച്ചോ ഡ്രഗ് ലൈസൻസുകൾ മെഡിക്കൽ സ്റ്റോറിൽ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്തോ ഒക്കെയാണ് ഇത്തരക്കാർ മരുന്ന് സംഘടിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത്തരം ഒരു ഉപയോഗം ഇവരെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു കിഡ്നി പേഷ്യന്റ് ആക്കുന്നതാണ് കാണുന്നത്. ഞാൻ 2019 എടുത്ത ഒരു കേസിൽ അതിൽ നൈട്രോസൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ഗുളികയാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ പിന്നീട് കോടതിയിൽ വിസ്താരത്തിന് വന്ന് അവനെ കണ്ടപ്പോൾ വളരെ അവസരമായിട്ട് തോന്നി. ചോദിച്ചപ്പോൾ അവൻ്റെ കിഡ്നി ഫെയിലുവറാണ്, ട്രാൻസ്പ്ലാന്റിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവന്റെ ഈ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് അവന്റെ കിഡ്നിയെ അത്തരത്തിൽ ഫെയിലുവർ ആക്കിയത്. ഈ ഓണ സമയത്ത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുമുണ്ട്, അത് കച്ചവടം നടത്തുന്നവരുമുണ്ട്, അതിൽ ഇടനിലക്കാരുമുണ്ട്. അപ്പൊ അവർ കരുതിയിരിക്കാൻ വേണ്ടി എക്സൈസിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നു. സാധാരണ നമ്മൾ ഓണക്കാലത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യാജ വിൽപ്പനയ്ക്ക് എല്ലാവരും സ്റ്റോക്ക് ചെയ്യും. ആ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പലതും ഐഡന്റിഫൈ ചെയ്തു, ചിലതൊക്കെ കേസിൽ എടുക്കും. മറ്റു പലതും നിരന്തരം പരിശോധന നടക്കുന്നുണ്ട്, അവരതിൽ നിന്ന് പിന്മാറും. മുൻ കുറ്റവാളികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓണക്കാലത്ത് ചെയ്യുന്നവരുടെ ഉണ്ട്, ഓണക്കാലത്ത് മറ്റു സംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്നവരുടെ ഉണ്ട്. മയക്കുമരുന്നുകൾ വൻതോതിൽ ശേഖരിക്കുന്നവരുടെ മുൻ കേസുകളിലെ ലിസ്റ്റുണ്ട്. ഇതെല്ലാം തുടർച്ചയായിട്ട് അവരെ നിരീക്ഷിച്ചു വരികയാണ്. അത്തരക്കാർ ഇതിലേക്ക് കടന്നാൽ അവരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള മാർഗത്തിലാണ് നമ്മൾ നിലവിൽ.